നയനെ ക്ഷണിച്ചുകൊള്ളുന്നു. ക്ഷണിക്കപ്പെട്ട വ്യക്തികളെല്ലാം ദയവായി ഡൈസിലോട്ട് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളൊക്കെ അകത്തിരിക്കാനുള്ള ആൾക്കാരാണ്. കസരയിട്ടെങ്കിലും ആൾക്കാരെ അവർക്ക് ചമ്മല് വന്നില്ല. അല്ലെങ്കിൽ സജിര മാറ്റാം. സജിര ഗ്രൂപ്പിലിട്ടാൽ സത്യം അയൽവാസി ഇതിലുള്ളതല്ല. ഞാൻ ഞാൻ എൻ്റെ സഹപാഠിയാണ്. ഞാനൊരു ചെറിയൊരു പേജ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഫേസ്ബുക്കാണ് പേജുള്ളത്. യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്കാണ് കൂടുതൽ. ഇത്തരം കൂടെ വാർത്തകൾ ഞാനൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നു. കമ്പനി നേൽക്കാർ നല്ലൊരു ചെറിയ കസ്റ്റമർ
പേരുണ്ട്. ഇതിപ്പോൾ തമിഴ്നാട് ഇപ്പോൾ തമിഴ്നാടാണ് കമ്പനിയുടെ ഇത്. യോഗം ആരംഭിക്കുന്നതാണ്. തന്നെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കാം. നമ്മൾ ഉപയോഗമുള്ളതാണ്. നമ്മൾ മൊബൈൽ റീചാർജിങ് ഒന്ന് കേട്ടോളാം. ഒന്ന് കേട്ട് നോക്കിയിട്ട് മതി. ഒന്ന് നമ്പർ ആ നമ്പറിലൊന്ന് വിളിക്കാം. ഡിസ്കൗണ്ടാണ്. അപ്പോൾ സാറ് വരുമ്പോൾ ഞാൻ ഒരു ദിവസം ഇത് സംസാരിച്ച് നോക്കാം. മതി. അതിന് നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലത്. ഒരുപാട് ആൾക്കാർ പ്രോഡക്റ്റ് നമ്മൾ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയാണ് എല്ലാ പ്രോഡക്റ്റും. അതിന് വരുന്ന എല്ലാ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പിന്നെ വെള്ള സൈസ് എല്ലാം ഉണ്ട്. ആ ആമസോൺ പോലെയുള്ള ആ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങും ഡയറക്റ്റ് മാർക്കറ്റിംഗ് രണ്ടും മിക്സ് ആയിരുന്നു. ഇത് നമുക്ക് നമുക്ക് വരുമാനം കിട്ടും. 250 രൂപ ഇതായിരുന്നു. കേട്ടു പ്ലാൻ കേട്ട് നോക്കുമ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരുള്ളപ്പോഴൊന്ന് പറഞ്ഞാൽ ഞാൻ സാറ് വരുമ്പോൾ ഞാൻ എനിക്കൊരു പുസ്തകം ചിലപ്പോൾ റേഞ്ചിൻ്റെ ഇത് ഡൈവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ
ആമസേ കടയിൽ ഇപ്പോൾ പയ്യൻ മാത്രമുള്ള കടയിൽ ഉണ്ടാ
യോഗ നടപടികൾ ആരംഭിക്കുന്നതാണ്. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം എല്ലാവരും വേണ്ടിയിരിക്കുന്നു. ഈ പരിപാടിയുടെ സ്വാഗതം പറയാനായി എൻ്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ ബാബു മലയെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ നമ്മുടെ അസോസിയേഷൻ്റെ ഒരുപാട് സമ്മേളനങ്ങളിലും മറ്റ് പരിപാടികളിലും സ്വാഗതം പറയാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഒരു അനുസ്മരണ യോഗത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്വാഗതം പറയാൻ ഇവിടെ നിൽക്കുന്നത്. വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. മറ്റൊന്നുകൊണ്ടല്ല, അമ്പു എന്ന രാകേഷ് വേലപ്പൻ നമ്മുടെ സന്തത സഹചാരി തന്നെയായിരുന്നു. എന്ത് പരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്താലും ഒരു തടസ്സവുമില്ലാതെ പങ്കെടുക്കുന്ന ഒരു അനിയനാണ് അമ്പു. നമ്മൾ അവസാനമായി കണ്ടത് ഡിസംബർ 21 നമ്മുടെ AKPയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം വെച്ചുകൊണ്ട്. എന്നിവരെയും ഞാൻ ഈ അനുസ്മരണ സമ്മേളനത്തിന് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. CPIയിലെ വിനോദ് കടേറ, BJPയിലെ സുനിതകുമാരി, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ശ്രീ ജയകുമാർ, ഈ RK ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ ശ്രീ രാധാകൃഷ്ണൻ, മാത്രമല്ല നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയ അനുജൻ അമ്പുവിൻ്റെ
കുടുംബാംഗങ്ങൾ, അച്ഛനും മറ്റ് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മുടെ AKPയുടെ ഭാരവാഹികളായി ഇവിടെ എത്തിയിട്ടുള്ള ജില്ലാ സെക്രട്ടറി ശ്രീ സതീഷ് കവടിയാർ, ജില്ലാ ട്രഷറർ ശ്രീ മധുസൂദനൻ നായർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ RV മധു, സന്തോഷ് കുമാർ, രാജൻ വി, ജില്ലാ സാന്ത്വനം കോർഡിനേറ്റർ ശ്രീ അനിൽ മണക്കാട്, ജില്ലാ വൈസ് പ്രസിഡന്റ് സജാദ് സിൻനാസ്, സജയ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് മോണിക്ക, സംസ്ഥാന കമ്മിറ്റി അംഗം വിജയൻ മണക്കാട്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജിത് സ്മാർട്ട്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായ അനിൽ രാജ്, അബ്ക ബോർഡ് ചെയർമാൻ വിഷ്ണു കല്ലറ, സജീവ് പള്ളിപ്പുറം, AKPയുടെ ജില്ലാ PRO ആയ സജീവ് ഉത്തരങ്കോട് എന്നിവരെയും ഹാർദമായി അനുസ്മരണ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, ഇവിടെ എത്തിച്ചേർന്ന അമ്പുവിൻ്റെ കൂട്ടുകാർ, ബന്ധുക്കൾ, നാട്ടുകാർ, മറ്റ് മാന്യ വ്യക്തികൾ എല്ലാവരെയും ഈ അനുസ്മരണ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട AKP കുടുംബാംഗങ്ങളെ, മറ്റ് മാന്യ വ്യക്തികളെ, നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. നമ്മുടെ സന്തത സഹചാരിയായിരുന്ന പ്രിയ കൂട്ടുകാരൻ ഇന്ന് നമ്മളോടൊപ്പമില്ല. അതുകൊണ്ടാണ് വളരെ വേദനയോടുകൂടി ഇന്ന് ഇത്തരത്തിലുള്ള ഒരു അനുസ്മരണ യോഗം ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നത്. AKPയുടെ 41ാമത് വാർഷിക സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടന്നപ്പോൾ നിറസാന്നിധ്യമായിരുന്നു നമ്മുടെ രാകേഷ് വേലപ്പൻ. സമ്മേളനം കഴിഞ്ഞ് ഉച്ചഭക്ഷണവും കഴിഞ്ഞ് നമ്മളോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ അത് ജീവിതത്തിൽ നിന്നും തന്നെ യാത്രയാകുമെന്ന് നമ്മളാരും കരുതിയില്ല. അപ്രതീക്ഷിതമായി രാകേഷിനെ കീഴടക്കിയ മരണം ഇന്നും നമ്മൾക്ക് ആർക്കും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. AKPയെ സംഘടിപ്പിക്കുന്ന ഏത് പരിപാടികളിലും പങ്കെടുക്കുന്ന നല്ല സംഘടനാ പ്രവർത്തകനായിരുന്നു നമ്മുടെ അമ്പു. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു നിമിഷം നമ്മുടെ ശിരസ് നമിക്കുന്നു. അടുത്തതായി സംഘടനയുടെ സാന്ത്വനം പദ്ധതി വിശദീകരണത്തിനായി ബഹുമാനപ്പെട്ട AKP ജില്ലാ പ്രസിഡന്റ് ശ്രീ തോപ്പിൽ പ്രശാന്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ മേഖലയുടെ പ്രസിഡന്റുമായ അനിൽ നയന, ഈ സാന്ത്വനം ഫണ്ട് വിതരണം നൽകാൻ ഇവിടെ എത്തിച്ചേരാൻ അറിയിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA സ്റ്റീഫൻ അവറുകൾ, ജില്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാജയൻ, വൈസ് പ്രസിഡന്റുമാർ, വേദിയിലുള്ള സഹ ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട AKP മെമ്പർമാരെ, അമ്പുവിൻ്റെ കുടുംബാംഗങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, AKP പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള ഒരു പരിപാടിക്കാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത്. അമ്പുവിനെ പറ്റി പറയുമ്പോൾ അമ്പുവിനെ വളരെ നേരത്തെ തന്നെ എനിക്കറിയാം. കാര്യം എൻ്റെ ഒരു സുഹൃത്താണ് അമ്പുവിൻ്റെ ഇളയ സഹോദരനെ വിവാഹം കഴിച്ചിരിക്കുന്നത്.
എൻ്റെ സുഹൃത്ത് അദ്ദേഹം ഈ വേദിയിലുണ്ട്. അപ്പം അന്ന് മുതലേ ആ വിവാഹം മുതലേ തന്നെ എനിക്ക് അമ്പുവിനെ വളരെ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഒട്ടനവധി പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ പ്രകൃതമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. അദ്ദേഹത്തെ ഒരു പ്രാവശ്യം ആര് കണ്ടാലും ഒരിക്കലും മറക്കും. അത്ര വളരെ സ്നേഹസമ്പന്നമായിട്ടാണ് നമ്മളോട് ഇടപെടുന്നത്. എന്ത് കാര്യമായിരുന്നാലും നമ്മൾ വളരെ രീതിയിലാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ഒട്ടനവധി അംഗങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നന്മയുടെ ഫലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട ഒട്ടനവധി അംഗങ്ങളാണ് ഈ അനുസ്മരണ യോഗത്തിൽ ഇവിടെ നമ്മോടൊപ്പം പങ്കുചേർന്നത്. അമ്പു നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഗത പ്രാസംഗികൾ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ. 41ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിലെ പ്രതിനിധിയായിരുന്നു അമ്പു. 21-ാം തീയതിയായിരുന്നു ആ സമ്മേളനം. പാണക്കാട് ഹാളിൽ വെച്ചായിരുന്നു ആ സമ്മേളനം. ആ സമ്മേളനം ഏകദേശം 7 മണി വരെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രതിനിധി സമ്മേളനം ഒരു ദിവസമായിട്ടാണ് നമ്മൾ സമ്മേളനം സാധാരണ നടത്താറ്. രാവിലെ പൊതുസമ്മേളനവും ഉച്ചയ്ക്ക് ശേഷം സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രതിനിധി സമ്മേളനമാണ്. ആ സമ്മേളനമെല്ലാം കഴിഞ്ഞ് ആണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം ഈ മേഖലയെ കാട്ടാക്കട മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ യൂണിറ്റിൻ്റെ കുറ്റിച്ചൽ യൂണിറ്റിൻ്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. വളരെ ശക്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലും കമ്മിറ്റികളിലും എല്ലാം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അമ്പു. അമ്പു എന്ന് പറഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും അറിയാം. രാജേഷ് എന്നുള്ള പേര് എനിക്കും അറിയാം. അമ്പു എന്ന് പറഞ്ഞാലേ ഇവിടെയുള്ള നാട്ടുകാർക്കും നമുക്കും എല്ലാം സുപരിചിതമായിട്ടുള്ള പേരാണ്. അപ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം 23-ാം തീയതിയാണ് അതിരാവിലെയാണ് നമ്മൾ അറിയുന്നത് ഇദ്ദേഹം വളരെ ആകസ്മികമായിട്ട് കുഴഞ്ഞു വീണ് ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുന്നത്. എനിക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. കാര്യം 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടുപിരിഞ്ഞ് സംസാരിച്ചു പോയ ഒരു സഹപ്രവർത്തകൻ വളരെ പെട്ടെന്ന് ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിക്കും. നമ്മളെ വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എനിക്കും പറ്റിയില്ല. ഞാൻ പിന്നെയും പലരും വിളിച്ചു, ഇവിടെ സജീവ് ഉൾപ്പെടെ വിളിച്ചത് ശരിയാണ്. അപ്പോൾ കൺഫേം ആയിട്ട് പറഞ്ഞു വളരെ പെട്ടെന്ന്. പക്ഷെ ഇത് സമൂഹത്തിനുള്ള ഒരു ഇതാണ് കാര്യമാണ്. ഇപ്പം ഇദ്ദേഹമല്ല ഇങ്ങനെയുള്ള രോഗത്തിനിടം മരണപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ പദ്ധതി എന്ന് പറയുന്നത് സാന്ത്വനം പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇക്കൊല്ലം 26 പേര് മരണപ്പെട്ടു. അതിൽ ഏകദേശം 20ഓളം അല്ലെങ്കിൽ 15ഓളം ആൾക്കാർ മരണപ്പെടുന്നത് 50 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ് ഇതിന്റെ ഭാഗമായിട്ട് മരണപ്പെടുന്നത്. അവരെല്ലാം ഒരേ രോഗത്തിന് അടിമപ്പെട്ടാണ് മരണപ്പെടുന്നത്. ഹൃദയസ്തംഭനം എന്ന് പറയുന്ന വളരെ ഹാർട്ട് അറ്റാക്ക് മുഖാന്തരമാണ് ഒട്ടനവധി പേര് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പോലും 26 മരണപ്പെട്ട പേരും 15 പേരും ഇങ്ങനെയാണ് മരണപ്പെട്ടു പോകുന്നത്.
നഷ്ടപ്പെടുമ്പോൾ ആ സഹോദരന്റെ കുടുംബാംഗങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി. അപ്പം നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർന്നിരിക്കുന്ന അംഗങ്ങളിൽ നിന്ന് 100 രൂപ സമാഹരിച്ചുകൊണ്ട് ആ കോൺട്രിബ്യൂഷനാണ് നമ്മൾ ആ മരണപ്പെടുന്ന അംഗത്തിന്റെ നോമിനിക്ക് നമ്മൾ നൽകുന്നത്. നോമിനി ആരായിരുന്നാലും ഭാര്യയാവാം, അച്ഛനാവാം, അമ്മയാവാം, ആരായിരുന്നാലും നോമിനിയുടെ കുടുംബാംഗത്തിന് നമ്മൾ നൽകുന്നു. 2023 ഈ പദ്ധതിയെപ്പറ്റി നമ്മൾ വിഭാവന ചെയ്യുമ്പോൾ അതിനു മുമ്പ് നമുക്ക് ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് സാന്ത്വനം പോലുള്ള പദ്ധതി. അതിനു മുമ്പ് നമുക്ക് വെൽഫെയർ പോലുള്ള പദ്ധതിയുണ്ട്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒരംഗം മരണപ്പെട്ടാൽ ആ അദ്ദേഹത്തിന്റെ അംഗത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ 50,000 രൂപ ഏതംഗം മരണപ്പെട്ടാലും നമ്മൾ നൽകും. അതോടൊപ്പം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള 5,000 രൂപയായിട്ടുള്ള അടിയന്തര മരണാനന്തര സഹായമായിട്ടുള്ള പദ്ധതി. അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ഹാർട്ട് ഡിസീസ്, ബ്രെയിൻ ട്യൂമർ അങ്ങനെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ബന്ധപ്പെട്ടാൽ 25,000 മുതൽ 50,000 വരെയുള്ള ചികിത്സാ സഹായങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകാറുണ്ട്. പക്ഷെ ഈ പദ്ധതികളൊന്നും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വസ്ത്രമായിരുന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളായിരുന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറകളായിരുന്നാലും ഒക്കെ വളരെ വില കൂടിയ വസ്തുക്കളാണ് ഉപയോഗിക്കുക. കാര്യം നമ്മുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം നിങ്ങൾക്കറിയാം, സാധാരണ ഈ കാര്യങ്ങളെല്ലാം കടന്നു പോകുന്നത് ഈ തൊഴിൽ മേഖലയിൽ നിന്ന് ഇത് തുച്ഛമായ വരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതിന്റെ നിത്യ ചെലവുകൾ ഉൾപ്പെടെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നത് വലിയ ശ്രമകരമായ ഭാഗം പദ്ധതിയാണ്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് സാധാരണ ആൾക്കാർ ധരിക്കും ഈ ഫോട്ടോഗ്രാഫർമാരെല്ലാം വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാർ. അങ്ങനെയല്ല. ചെറിയൊരു പനി വന്നാൽ പോലും തകർന്നു പോകുന്ന വിധത്തിലുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാരാണ്. ഇതിൽ ഏകദേശവും 80% ആ കുടുംബത്തിന് താങ്ങും തണലും ഇല്ലാതായിട്ട് വലിയ പ്രതിസന്ധിയിലോട്ട് ആ കുടുംബം താന്നു. അങ്ങനെ നമ്മൾ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഈ സാമ്പത്തിക സഹായങ്ങളുടെ 50,000 രൂപ ഉൾപ്പെടെ ഉള്ള സഹായങ്ങൾ ഒന്നും അവർക്ക് മതിവരില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് 2023 IMA നടപ്പിലാക്കി, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടപ്പിലാക്കി കൊണ്ടുവരുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതാണ് ഈ സാന്ത്വനം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാരാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉള്ളത്. അത് ആ ഒരു അംഗം മരണപ്പെട്ടാൽ അവർക്ക് 1 കോടി രൂപയുള്ള ചികിത്സാ സഹായം നോമിനിക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി. പക്ഷേ അത്രയൊന്നും നമ്മളെപ്പോലുള്ള ചെറിയൊരു പ്രസ്ഥാനത്തിന് നൽകാൻ സാധിക്കില്ല എന്നുള്ളത്. നമ്മുടെ പ്രസ്ഥാനത്തിൽ ഏകദേശം 20, കേരളത്തിൽ ഒന്നടക്കം എടുത്താൽ 20,000 മെമ്പർമാരാണ്. അങ്ങനെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ 2023 ഈ പദ്ധതി IMAയുടെ അതിൽ നമ്മൾ കടമെടുത്തുകൊണ്ട് നമ്മളൊരു പ്രത്യേക മാനദണ്ഡങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഈ പദ്ധതി ആദ്യമായിട്ട് നമ്മളത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഈ പദ്ധതിയിൽ 8,600 പേരാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമുക്ക് ചേർന്നത്. അക്കൊല്ലം ഒരംഗം മരണപ്പെടുമ്പോൾ നമ്മൾ 8,60,000 രൂപയാണ് നൽകിയത്. 2024 ആയപ്പോഴത്തേക്ക് ആ പദ്ധതിയിൽ 9,001 പേരും ചേർന്നു. അപ്പോൾ 9 ലക്ഷം രൂപ 2024 നമ്മൾ വന്നു. ഇക്കൊല്ലം ഈ പദ്ധതിയുടെ ഭാഗം, ഈ പദ്ധതിയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഈ ഓരോ വർഷവും പദ്ധതി നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ മാർച്ച് 1-ാം തീയതി മുതൽ, അതായത് മാർച്ച് 31 വരെ ഈ പദ്ധതിയിൽ എത്ര അംഗങ്ങൾ ചേരുമോ × 100 അതാണ്. അപ്പൊ ഇക്കൊല്ലം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 9,660 പേര് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർന്നു. അപ്പൊ ഈ പദ്ധതി ആ പദ്ധതി തുടങ്ങുന്നത് മാർച്ച് 1-ാം തീയതി അല്ല ഏപ്രിൽ 1-ാം തീയതി മുതൽ മാർച്ച് 31-ാം തീയതി വരെയാണ് ഈ പദ്ധതി. ആ കാലയളവിൽ ഒരംഗം ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരംഗം മരണപ്പെട്ടാൽ 200. അപ്പൊ ഇപ്പോ നമ്മൾ നൽകുന്ന തുക എന്ന് പറയുന്നത് 9,66,600 രൂപയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകുന്നത്. അപ്പൊ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്കൊല്ലം ഏകദേശം 26 പേര് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. അതിൽ 23 പേർക്ക് 15 ദിവസത്തിനകത്ത് അദ്ദേഹത്തിന്റെ നോമിനിക്ക് ഈ അക്കൗണ്ടിലോട്ട് ഈ തുക നമ്മൾ കൈമാറി. അതാണ് ഈ പദ്ധതി സംബന്ധിച്ചിട്ട്. ഈ പദ്ധതി
മുമ്പും ഇതുപോലുള്ള പദ്ധതികൾ പുറത്ത് ഒരുപാട് സംഘടന നടന്നു. പക്ഷെ നമ്മളെപ്പോലുള്ള സംഘടന വളരെ ചിട്ടവട്ടയായിട്ട് 15 ദിവസത്തിനകത്ത് ഈ തുക അംഗത്തിന്റെ നോമിനിയുടെ കയ്യിലോട്ട് നമ്മൾ നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 26 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ 23 പേർക്ക് നമുക്ക് ഈ തുക നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഇനി 3 പേർക്കുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഇത് കൊടുക്കാൻ വേറെ ഒന്നുമില്ല. ഈ നോമിനിയുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക, ഡെത്ത് സർട്ടിഫിക്കറ്റും സംസ്ഥാന കമ്മിറ്റിക്ക് നൽകി കഴിഞ്ഞാൽ 15 ദിവസത്തിനകത്ത് ആ നോമിനിയുടെ അക്കൗണ്ടിലോട്ട് ഈ തുക നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഈ പദ്ധതിയെ സംബന്ധിച്ച് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ അമ്പുവിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ ഈ പ്രസ്ഥാനം കൂടി ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് AKP. അടുത്തതായി അനുശോചനം രേഖപ്പെടുത്താനായി കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാ ജയനെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ടവരെ, ആൾ കേരള വോട്ടേഴ്സ് അസോസിയേഷൻ കാട്ടാക്കട മേഖലാ കമ്മിറ്റി കുറ്റിച്ചൽ യൂണിറ്റിന് വേണ്ടി നടത്തുന്ന ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന അധ്യക്ഷനായിരിക്കുന്ന അനിൽ, സ്വാഗതം പറഞ്ഞ ബാബു മലയങ്കേര്, ഇത് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഏറെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് സ്റ്റീവൻ MLA അവർ, അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ, ബ്ലോക്ക് മെമ്പർ സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു, കൃഷ്ണകുമാരി, അനിൽകുമാർ, വത്സല, മസൂദ്, ജമീല, സന്തോഷ്, ഗ്രീഷ്മ, മിനി ആൽഫ്രഡ്, സുരേഷ് മിത്ര, മനു, VH വാഹിദ, അഡ്വക്കേറ്റ് ജലീൽ മുഹമ്മദ് അവർ, വിനോദ് കടയറ CPI, സുനിതകുമാരി BJP, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ജയകുമാർ അവർ, നമ്മുടെ കുറ്റിച്ചലിന്റെ നട്ടല്ലൂടെയായ RK ഓഡിറ്റോറിയത്തിന്റെ എല്ലാമായ നമ്മുടെ രാധാകൃഷ്ണൻ സാറ്, മറ്റ് നമ്മുടെ അമ്പുവിൻ്റെ കുടുംബക്കാര്, പ്രിയങ്കരായ അമ്പുവിൻ്റെ കൂട്ടുകാര്, സഹോദരങ്ങള്, നമ്മുടെ നാട്ടുകാര് എല്ലാവരെയും ഓർത്ത് വന്നിരിക്കുന്നതിൽ പറയലോടുകൂടെ മാത്രമേ നമുക്ക് ഈ ഒരു സംരംഭത്തിനൂടെ എന്തെങ്കിലും പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വളരെയധികം വേദനയോടെ പെട്ടെന്ന് നമ്മളിൽ നിന്നും പറിച്ചു കൊണ്ടുപോയതാണ്. വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ പ്രിയമാകെ കടന്നുപോയത്. അതിൽ ആ കുടുംബത്തിന് ഇതൊക്കെ താങ്ങാനുള്ള ഒരു ശക്തി സർവേശ്വരം കൊടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം തലേ ദിവസവും എൻ്റെ കൂടെ ഒരു 2 മണിക്കൂറെങ്കിലും സംസാരിച്ചതാണ് ഇലക്ഷനെ സംബന്ധിച്ചും, വോട്ട് എവിടെയൊക്കെ കിടക്കുന്ന, ആരൊക്കെ തരും,
ശരിയായിട്ടൊന്ന് ഉറങ്ങാൻ ഒരു കച്ചവടക്കാരന് ഈ കാലഘട്ടത്തിൽ സാധിക്കാത്ത നിലയിലാണ് ജീവിതം തള്ളി നീങ്ങുന്നത്. ഈ സമയത്ത് ഇങ്ങനെ ഒരു ആശ്വാസമായ ഒരു സാന്ത്വനം പരിപാടി ഈ ഫോട്ടോസ് അസോസിയേഷൻ സംഘടിപ്പിച്ചതിൽ വളരെയധികം അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. തുടർന്നും അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു സഹായം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇടവരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. കൂടുതലായി പറയുന്നില്ല, വാക്കുകൾ ഒന്നാമത് കിട്ടുന്നില്ല, രണ്ടാമത് അവിടെ സാറിനകം ധൃതിയുള്ളവരാണ്. അപ്പം അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സാന്ത്വനം കുടുംബസഹായ ഫണ്ട് വിതരണം നടത്താനായി അഡ്വക്കേറ്റ് സ്റ്റീവൻസൺ, ബഹുമാനപ്പെട്ട MLA അരുവിക്കര നിയോജക മണ്ഡലം. ബഹുമാനരെ, നമ്മൾ ആരും തന്നെ പങ്കെടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ചടങ്ങിലാണ് നിങ്ങളും ഞാനും പങ്കെടുക്കുന്നത്. നമ്മുടെ എല്ലാം സുഹൃത്തും സഹോദര തുല്യനുമായിരുന്ന പ്രിയപ്പെട്ട രാകേഷിൻ്റെ അകാല വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, അദ്ദേഹം പ്രതിദാനം ചെയ്തിരുന്ന സംഘടനയുടെ പ്രവർത്തകരുടെ ഒരു കൈത്താങ്ങ്, പിന്തുണ, അതിൽ സാമ്പത്തികമായിട്ടുള്ള ഭാഗമല്ല അടങ്ങിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള അവരുടെ ഒരു കുടുംബത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഈ സാന്ത്വന കുടുംബസഹായ ഫണ്ട് വിതരണത്തിൽ അതിൻ്റെ സമ്മേളന അധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ കാട്ടാക്കട മേഖലാ പ്രസിഡന്റ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ശ്രീ നയന അനിൽ, സ്വാഗത പ്രാസംഗ്യൻ ശ്രീ ബാബു മലൈകീഴ്, സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MS അനിൽകുമാർ, ശ്രീ തോപ്പിൽ പ്രശാന്ത്, ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാജയൻ, വേദിയിലുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ, ശ്രീ രാകേഷിൻ്റെ പിതാവ് വേലപ്പണ്ണൻ, രാകേഷിൻ്റെ സഹധർമ്മിണി, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, നാട്ടുകാരായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇവിടെ ഞാൻ പരാമർശിച്ചതുപോലെ ഒരു നമ്മളെപ്പോലുള്ളവർ ഒരിക്കലും പങ്കെടുക്കാൻ ആഗ്രഹിക്കാത്തതും എന്നാൽ പങ്കെടുക്കാൻ നിർബന്ധിതമാകുന്നതുമായിട്ടുള്ളൊരു ചടങ്ങാണ് ഒരു അനുഷ്ഠാന ചടങ്ങ്. ശ്രീ രാകേഷിനെ സംബന്ധിച്ചിടത്തോളം മരണം നമുക്കെല്ലാവർക്കും സുനിശ്ചിതമാണ്. മരണത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് എപ്പോഴും. പക്ഷെ ഈ മരണത്തിൽ നമ്മളെ എല്ലാവരെയും ദുഃഖത്തിലാക്കിയ ഒരു കാര്യം, ഒരു കാരണമില്ലാത്തൊരു വേർപെടലായിപ്പോയി ശ്രീ രാകേഷിൻ്റെ. നമ്മളെല്ലാം ദൈനംദിനം മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ സ്പർശിച്ചു പോകുന്നവരാണ്. ഞാനും ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളും ഇവിടെ ഇരിക്കുന്ന പൊതുപ്രവർത്തകരും നമ്മളെല്ലാവരും പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ ദൈനംദിനം അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള ചില വേർപെടലുകൾ നമ്മുടെ എല്ലാ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്.
ആ പട്ടികയിൽ ശ്രീ രാകേഷിൻ്റെ വേർപെടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുണ്ടായ ഒരു വേർപെടലിൻ്റെ